വേറൊരു പടമായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഇത് ഫുൾ റിസ്കിലെടുക്കുന്ന ഇറങ്ങുന്ന സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയല്ല, അതൊക്കെ ലിസ്റ്റിന്റെ തീരുമാനങ്ങളാണ്. ലിസ്റ്റും പൊതുവേ ഒരു സഹൃദയനാണ്. വെറുതെ നിങ്ങൾ ലോലഹൃദയനാക്കരുത്. വീണ്ടും ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാനിങ് എങ്ങനെ മാർക്കറ്റ് ചെയ്യാന്ന് ഓർത്ത്. അപ്പം ഇന്ന് ഈ ചോദ്യം ചോദിപ്പിച്ചത് ഞങ്ങളെ ഇപ്പോഴാണ് ഞങ്ങൾ മാർക്കറ്റിങ്ങിൽ വിജയിച്ചു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. കാരണം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഓക്കെ ഈ പടത്തിന് എന്തെങ്കിലും, കാരണം ഇതിന്റെ ഒത്തിരി കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ശ്രദ്ധിക്കും എന്നുള്ളത് തോന്നി. ഇന്നിപ്പോൾ നമുക്കത് മനസ്സിലായി, മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് ഒരു മാർക്കറ്റിങ്ങിന്റെ തന്ത്രമായിട്ട് ഞങ്ങളത് ചെയ്തു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. എല്ലാവർക്കും നമസ്കാരം. ഒരു ദുരൂഹ സാഹചര്യത്തിൽ, പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരുപാട് ദുരൂഹതകളുള്ള ഒരു സിനിമ തന്നെയാണ്. പക്ഷെ ആ ദുരൂഹതകൾ സാധാരണ നമ്മുടെ മലയാളികളുടെ ദൈനംദിന സംഭാഷണത്തിൽ വരുന്ന ഒരു വാക്കാണ്, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ദുരൂഹ സാഹചര്യം എന്നുള്ളത്. കൂടുതലും ഗൗരവമേറിയ സാഹചര്യങ്ങളിലാണ് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ഇതില് ഈ പടത്തിലെ ഈ ദുരൂഹ സാഹചര്യം എന്ന് പറയുമ്പോൾ അതില് ഗൗരവമേറിയ വിഷയത്തോടൊപ്പം തന്നെ നർമ്മവും അല്ലെങ്കിൽ ആക്ഷേപഹാസ്യവും, പിന്നെ പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ള രതീഷ് ബാലകൃഷ്ണ പൊതുവ സിനിമകളിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് സാധനം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ആക്ഷൻ സീക്വൻസുകളും കൂടെ ഉള്ള ഒരു സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് ഗൗരവമേറിയ സിനിമ എന്നതിനപ്പുറം അതിനോട് ഒരു നമ്മുടെ സമൂഹത്തിലെ പല കാര്യങ്ങളും ആക്ഷേപഹാസ്യ രൂപത്തിൽ പറയുന്ന, നർമ്മത്തിൽ കലർന്ന് പറയുന്ന, കുറച്ചുകൂടി ഇമോഷണൽ കോഷ്യൻ്റുള്ള ആക്ഷൻ സീക്വൻസുകളുള്ള ഒരു സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ അതിനുവേണ്ടിയുള്ള എല്ലാ എഫേർട്ടും ഞങ്ങൾ എടുത്തിട്ടുണ്ട്, ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഓരോ കോണ്ടന്റുകളും നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ അതിന് കിട്ടുന്ന സ്വീകാര്യത എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു വലിയൊരു ആശ്വാസവും ഒരു വിശ്വാസവും തരുന്നൊരു കാര്യമാണ്, ആ ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും 15-ാം തീയതി വിഷുക്കാലത്ത് തിയേറ്ററിൽ വരുമ്പോൾ അതിനേക്കാളും നല്ല രീതിയിൽ അത് ആൾക്കാരെ, പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിക്കും എന്നുള്ളൊരു വിശ്വാസവും അത് ഒരു വിഷു കൈനീട്ടമായിട്ട് പ്രേക്ഷകർ സ്വീകരിച്ച് വിജയിപ്പിക്കും എന്നുള്ളൊരു പ്രാർത്ഥനയും ഉണ്ട്. താങ്ക് യു. അതുപോലെ തന്നെ ചാക്കോച്ചൻ ലിസ്റ്റിനായിട്ട് ഒത്തിരി കാലത്തെ ബന്ധങ്ങളുണ്ട്. ഇപ്പോഴാണെന്ന് ഒന്നിക്കുന്നത് ഈ ലിസ്റ്റിൻ ചെയ്യുന്ന പടങ്ങളും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുമ്പോൾ ഒരു സക്സസ് മാനായിട്ട് ലിസ്റ്റിനെ കണ്ടത് കൊണ്ടാണോ ലിസ്റ്റിനുമായിട്ടൊന്ന് കൈകോർക്കാം, അല്ലെങ്കിൽ ലിസ്റ്റിനുമായിട്ട് തന്നെ ചേർന്ന് പോകാമെന്ന് ഈ സിനിമയ്ക്കൊന്ന് തീരുമാനിക്കാൻ കാരണം? ലിസ്റ്റിന്റെ തുടക്ക സിനിമ ട്രാഫിക് മുതലൊരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ ഞാൻ ലിസ്റ്റിനെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ അതിനുശേഷം ഹൗൾഡാറിയുള്ള സിനിമകളുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ദുരൂഹ സാഹചര്യമുണ്ട്. അത് വിജയിച്ച സിനിമകൾ മാത്രമല്ല, പരാജയപ്പെട്ട സിനിമകളും അതിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ വിജയിച്ച സിനിമകൾ മാത്രം കണക്കിലെടുത്തിട്ടാണ് ഈ കൂട്ടായ്മ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു ധാരണയാണ്. പരാജയപ്പെട്ട സിനിമകളുണ്ട്, നല്ല അഭിപ്രായം കിട്ടിയിട്ട് പരാജയപ്പെട്ട സിനിമകളുണ്ട്, അഭിപ്രായം കിട്ടാതെയും പരാജയപ്പെട്ട സിനിമകളുണ്ട്, വിജയിച്ച സിനിമകൾ ഒരുപാടുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ സിനിമകൾ ഉണ്ടാവണം, പ്രത്യേകിച്ച് നല്ല സിനിമകൾ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ ഒരു സിനിമയുമായിട്ട് ഞങ്ങൾ ഒത്തുചേരുന്നത്. അത് അഭിനേതാവ് എന്നുള്ള രീതിയിലും അതേപോലെ തന്നെ പ്രൊഡക്ഷൻ പാർട്ട്നേഴ്സ് എന്നുള്ള രീതിയിലും ആദ്യമായിട്ട് ഒത്തുചേരുന്നു എന്നുള്ളൊരു സാഹചര്യം ഇപ്പോഴാണ് ഉണ്ടായത് എന്നുള്ളതാണ് സത്യം. അല്ലാതെ ലിസ്റ്റിൽ നിന്നുള്ളൊരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു ബിസിനസ് മാനെ കണ്ടിട്ടോ, അല്ലെങ്കിൽ ഞാൻ എന്നുള്ളൊരു ആക്ടറിന്റെ മാർക്കറ്റബിലിറ്റി നോക്കിയിട്ടോ ഒന്നുമല്ല ഇത് സംഭവിക്കുന്നത്. ഒരു നല്ല സിനിമ ഉണ്ടാവണം, അപ്പോൾ അതിന് ഉള്ള സാഹചര്യങ്ങൾ, ഏറ്റവും നല്ല സാഹചര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹത്തിന് പുറത്തും ഒരു വിശ്വാസത്തിന് പുറത്തും ഒരു നല്ല സിനിമയായിട്ട് മാറും എന്നുള്ളൊരു ഒരു തോന്നലുമാണ് ശരിക്കും ഈ ഒരു കൂട്ടായ്മയ്ക്ക് കാരണമായത്. ഈ സിനിമയുടെ ജയപരാജയങ്ങൾ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ബാധകമാകുമെന്നുള്ളത് അതൊരു ഫാക്ടറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിജയങ്ങളും പരാജയങ്ങളും ഞങ്ങളുടെ സിനിമാ ജീവിതത്തിൽ ഒന്നിച്ചുള്ള യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നല്ല സിനിമകൾക്ക് വേണ്ടി ഈ സിനിമയുടെ റിസൾട്ട് എന്ത് തന്നെ ആവട്ടെ, അത് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു ഫാക്ടറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഇതിന്റെ ജയപരാജയങ്ങൾക്കപ്പുറം നല്ല സിനിമകൾക്ക് വേണ്ടി വീണ്ടും ഒന്ന് ചെയ്യും. താങ്ക് യു. ചാക്കോച്ച, ഇപ്പം
ട്രെയിലർ നോക്കുവാണെങ്കിൽ ഈവൻ ഒരു ചിരിക്കകത്താണെങ്കിൽ പോലും ചാക്കോച്ചൻ ഇതുവരെ ചെയ്തതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു കാര്യമാണ് ചിരി വരെ. ഓൾസോ ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഈ പുതുമയായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടാകും ഈ സിനിമയിൽ ചാക്കോച്ചൻ ചെയ്യാനായിട്ട്? ഇപ്പം ചാക്കോച്ചൻ ഇതുവരെ ചെയ്യാത്തതായിട്ടുള്ള എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ഈ സിനിമയിൽ ഉണ്ടാകും? അല്ല, ഇതില് ശരിക്കും രതീഷ് പൊതുവാൾ എന്നൊരു ഡയറക്ടറിന്റെ ഒരു ക്രിയേറ്റീവ് സൈഡ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പം എൻ്റെ കഥാപാത്രം മാത്രമല്ല, ഇതിലുള്ള എല്ലാവരുടെയും, ഇപ്പോൾ സച്ചിൻ്റെ ഒരു അപ്പിയറൻസ് ആണെങ്കിലും, അല്ലെങ്കിൽ ദിലീഷിന്റെ ഒരു അപ്പിയറൻസ് ആണെങ്കിലും, ഈവൻ ജാഫ്രിക്കയുടെ അപ്പിയറൻസ് ആണെങ്കിലും, എല്ലാവരുടെയും അപ്പിയറൻസുകളിൽ തന്നെ കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ അവരെ അവതരിപ്പിക്കുന്ന രീതികളിലാണെങ്കിലും, അവർ പെർഫോം ചെയ്യുന്ന രീതികളിലാണെങ്കിലും, അവരുടെ ഒരു ബോഡി ലാംഗ്വേജിലാണെങ്കിലും എല്ലാം ആ ഒരു വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ സച്ചിൻ്റെ ക്യാരക്ടർ ഒരു കെമിസ്ട്രി അധ്യാപകനാണ്. അപ്പോൾ അതിൽ സച്ചിൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ വായുവിൽ എഴുതും. സാധാരണ നമ്മൾ സാറുമാരെ പഠിപ്പിക്കുമ്പോൾ എഴുതുന്ന പോലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പുള്ളി എഴുതും. അപ്പം ഞാൻ രതീഷിനോട് ചോദിച്ചു, അത്രയ്ക്ക് അങ്ങ് വേണോ, അത്ര ഡീറ്റെയിലിംഗ് നമുക്ക് ആവശ്യമുള്ളൂ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പം ഈ അടുത്ത് എൻ്റെ മദറിലോ പ്രിയയുടെ അമ്മ വീട്ടിൽ വന്നപ്പോൾ പുള്ളിക്കാരി ബയോളജി ടീച്ചറായിരുന്നു. അപ്പോൾ ഞാനെന്തോ പുള്ളിക്കാരിയോട് സംസാരിക്കുന്നതിനിടയ്ക്ക് പുള്ളിക്കാരി ഉത്തരം പറയുന്നതിനിടയ്ക്ക് ഇങ്ങനെ എഴുതുന്നു. അതായത് മേശപ്പുറത്ത് അല്ലെങ്കിൽ പുള്ളിക്കാരുടെ മടിയിലൊക്കെ ഇങ്ങനെ എഴുതാറുണ്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ. അപ്പോൾ അങ്ങനെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ക്യാരക്ടറിൻ്റെയും മാനറിസംസും ക്യാരക്ടറൈസേഷൻസിൻ്റെ ഓരോ നുവാൻസസും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന ഒരു ഡയറക്ടറാണ് രതീഷ് പൊതുവാൾ. അപ്പോൾ അത് എല്ലാ കഥാപാത്രങ്ങളിലും അങ്ങനത്തെ ഡീറ്റെയിലിങ്ങുകൾ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ക്യാരക്ടേഴ്സിൻ്റെ ആൾക്കാരുടെ ചെറിയ ചെറിയ ക്യാരക്ടറൈസേഷൻസ് പോലും നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം കണ്ടിട്ടുണ്ട്. അത് വളരെ ഓർഗാനിക്കായിട്ട് ഈ സിനിമയിലെ കഥാപാത്രങ്ങളിലായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് ഇതിലുണ്ട്. പിന്നെ ദുരൂഹ സാഹചര്യം എന്ന് പറയുമ്പോൾ ഒരു ഗൗരവം എന്നുള്ളതിനപ്പുറത്തേക്ക് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള കുറേ സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കഥാപാത്രങ്ങളുണ്ട്. ഇതിൽ എൻ്റെ സേതു എന്ന് പറയുന്ന കഥാപാത്രം ഒരു ആരോഗ്യ മേഖലയിലെ ഒരു ഓഫീസ് ബോയാണ്, ഒരു ക്ലിനിക്കൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ പുള്ളി ചെയ്യാത്ത ജോലികളില്ല. പുള്ളിയെ എല്ലാ തരത്തിലും എല്ലാ ആൾക്കാരും ചൂഷണം ചെയ്യാറുണ്ട്. ജോലി സ്ഥലത്താണെങ്കിലും, സുഹൃത്തുക്കളാണെങ്കിലും, അല്ലെങ്കിൽ പരിചയക്കാരാണെങ്കിലും, ബന്ധുക്കളാണെങ്കിലും എല്ലാവരും ചൂഷണം ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സൊസൈറ്റി, ഒരു മേഖലയിലുള്ള ഒരാളുടെ ഒരു സമൂഹത്തിലെ ഒരു സ്ട്രാറ്റയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് ചിലപ്പോൾ സേതു. അയാളുടെ ജീവിതത്തിലേക്ക് മറ്റു പലരും കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് സച്ചിൻ ചെയ്യുന്ന രാജേന്ദ്ര പ്രസാദ് എന്ന ക്യാരക്ടർ കടന്നു വരുമ്പോൾ പിന്നീടുണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ മിനി എന്ന് പറയുന്ന ക്യാരക്ടർ, പുള്ളിക്കാരി വളരെ ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ്. ആ നാട്ടിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇവരെ എല്ലാവരും എങ്ങനെയാണ് സേതുവിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളത് ഹാസ്യരൂപേണയും അല്ലെങ്കിൽ ആക്ഷേപഹാസ്യത്തിൻ്റെ രൂപത്തിലും കുറച്ച് ഇമോഷണലായിട്ടും കുറച്ച് ആക്ഷൻ ഓറിയൻ്റഡായിട്ടും പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യം. അതിൽ ഈ കഥാപാത്രങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ, അത് രസകരമായിട്ടുള്ള രീതിയിൽ, ഇമോഷണലായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് രതീഷ് പൊതുവാൾ എന്ന സംവിധായകനും തിരക്കഥാകൃത്തിനും സാധിച്ചിട്ടുള്ളൂ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചാക്കോച്ചൻ്റെ കംബാക്ക് പീരീഡ് ഉണ്ടായിരുന്നു. അതായത് ഈ ട്രാഫിക് മുതൽ ഇങ്ങോട്ടുള്ള സിനിമാസ് നോക്കുവാണെങ്കിൽ ചാക്കോച്ചൻ ജസ്റ്റ് റൊമാൻറ്റിക് ഹീറോയ്ക്ക് അപ്പുറത്തേക്ക് എന്താ പറയുക, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നു, ഈവൻ വില്ലൻ ഉൾപ്പെടെ. അപ്പം ഇതിനുള്ള കോൺഫിഡൻസ് എവിടെ നിന്നായിരുന്നു? ഇതിൻ്റെ ഒരു ക്ലീഷേഴ്സ് എല്ലാം പൊടിച്ചെടുക്കണം എന്നൊക്കെ തുടങ്ങിയത്? ഇടക്കാലത്ത് സിനിമയിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് പ്രേക്ഷകർ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നത്. അപ്പോൾ അത് തുടക്കകാലത്ത് സിനിമയെ സ്നേഹിക്കാതെ ആഗ്രഹിക്കാതെ വന്ന ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് ആ സ്നേഹം, പ്രേക്ഷകർ എന്നോടുള്ള സ്നേഹം തിരിച്ചറിയുകയും അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നല്ല കഥാപാത്രങ്ങളുടെയും സിനിമകളുടെയും ആവണം എന്നുള്ള തിരിച്ചറിവിൻ്റെ പുറത്താണ് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും ശ്രമവും യാത്രയും തുടങ്ങിയത്. ഒരു 5-6 കൊല്ലങ്ങളായിട്ട് ചെയ്യുന്ന സിനിമകൾ, വ്യത്യസ്തമായ സിനിമകളും അല്ലെങ്കിൽ കഥാപാത്രങ്ങളും കുറച്ചുകൂടെ ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ, പക്ഷെ അതിനുള്ള ശ്രമങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ചെറിയ ക്യാരക്ടറുകളിലൂടെ അല്ലെങ്കിൽ ചെറിയ റോളുകളിലൂടെ ആണെങ്കിലും എല്ലാം. ട്രാഫിക്കൊക്കെ അങ്ങനത്തെ രീതിയിൽ ഒരു കഥാപാത്രത്തെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇമേജ് ചേഞ്ചിന് വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അങ്ങനെ ഒരുപാട് സിനിമകൾ, കുറേ നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഹ്യൂമർ ചെയ്യാതിരുന്ന് ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പാളിപ്പോയിട്ടുമുണ്ട്. എന്നാൽ അങ്ങനത്തെ ഒരു ട്രയൽ ആൻഡ് എറർ പ്രോസസ്സ് കഴിഞ്ഞിട്ട് വളരെ പതുക്കെയാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടായി വന്നൊരാളല്ല ഞാൻ. അതിൻ്റെ പുറകിൽ കുറേ അധ്വാനങ്ങളുണ്ട്, കുറേ തിരസ്കാരങ്ങളുണ്ട്, പരാജയങ്ങളുണ്ട്, വിജയങ്ങളുണ്ട്, എല്ലാം അതിൻ്റെ ഭാഗമാണ്.
തുടക്കത്തിൽ തന്നെ ഇതിലൊരു ദുരൂഹത പോസ്റ്റർ ആദ്യം ഇറങ്ങുമ്പോൾ ഡയറക്ടറിന്റെ പേര്, അടുത്ത പോസ്റ്റർ ഇറങ്ങുമ്പോൾ ഡയറക്ടറിന്റെ പേര്, പിന്നീട് പോസ്റ്റർ ഇറങ്ങുമ്പോൾ ഡയറക്ടറിന്റെ പേര് വരും. ഇതൊരു ഭയങ്കര ദുരൂഹത നിറഞ്ഞു ഈ സിനിമയ്ക്ക്. ഇത് ഒരറ്റം വരെ പോയപ്പോൾ ചർച്ചയിലേക്ക് വരെ പോകുന്ന ഒരു സാഹചര്യം ഡയറക്ടർ. അതെന്താണ് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാനിങ് എങ്ങനെ മാർക്കറ്റ് ചെയ്യാന്ന് ഓർത്തപ്പം ഇന്ന് ഈ ചോദ്യം ചോദിപ്പിച്ചത് ഞങ്ങളെ ഇപ്പോഴാണ് ഞങ്ങൾ മാർക്കറ്റിങ്ങിൽ വിജയിച്ചു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. കാരണം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഓക്കെ ഈ പടത്തിന് എന്തെങ്കിലും, കാരണം ഇതിന്റെ ഒത്തിരി കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ശ്രദ്ധിക്കും എന്നുള്ളത് തോന്നി. ഇന്നിപ്പോൾ നമുക്കത് മനസ്സിലായി, മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. ഒരു മാർക്കറ്റിങ്ങിന്റെ തന്ത്രമായിട്ട് ഞങ്ങളത് ചെയ്തു. ഒരു കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കംപ്ലീറ്റ് വിജയം ആകുന്നത് അവിടം വരെ എത്തുമ്പോഴാണ്. അപ്പം അവർക്ക് മനസ്സിലായി ഇതൊരു കംപ്ലീറ്റ് മാർക്കറ്റിങ്ങിന്റെ, അതാ പറഞ്ഞേ, കംപ്ലീറ്റ് മാർക്കറ്റിങ്ങിന്റെ ഒരു കാര്യമായിരുന്നു. പിന്നെ നമ്മളത് പിന്നെ ഇപ്പോൾ ഉള്ള എല്ലാ പോസ്റ്ററുകളിലും നോക്കി ഞങ്ങളത് വിജയിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി വേറൊരു മാർക്കറ്റിംഗ് പ്ലാൻ വേണമെന്ന് മനസ്സിലായി. ഇല്ലില്ല. അപ്പൊ എല്ലാം ഇപ്പം നമ്മളിപ്പം ഹൈദരാലിയായിട്ട് സംസാരിക്കാന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും ചിലപ്പോൾ. അപ്പൊ എല്ലാ മനുഷ്യരായിട്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ. അതാ ഞാൻ പറഞ്ഞേ, അത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യം ഉണ്ടാവത്തില്ലല്ലോ. ഇപ്പൊ ചോദ്യം ഉണ്ടായല്ലോ. അപ്പൊ അത് ഞങ്ങൾ മാർക്കറ്റിങ്ങിന്റെ കാര്യം കൊണ്ടിട്ട് തന്നെയായിരുന്നു. പിന്നെ ഇപ്പൊ ഏത് സിനിമയിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ഏത് ബിസിനസ്സിലാണെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നോർമലി ഉണ്ടാവുന്നതാണല്ലോ. അപ്പൊ അതൊക്കെ ഇപ്പം പല സിനിമകളിലും ഉണ്ടാവാറുണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട്. അപ്പൊ അതൊക്കെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതൊരു ഇഷ്യൂ ആയിട്ടുള്ള ഒരു, ഇപ്പൊ നമ്മളൊരു ഫാമിലിയിൽ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കഷൻ വെച്ചൊന്നിരിക്കുള്ളൂ. അപ്പൊ ഇതുപോലെയുള്ളൊരു കാര്യമുള്ളത് ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. ഒരു ദുരൂഹ സാഹചര്യം അതിൻ്റെ അകത്തില്ല. അല്ല, ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വരെ ഇതെത്തി എന്ന് പറയുമ്പോൾ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതിന് മുമ്പുള്ള അദ്ദേഹം ചെയ്ത സിനിമയുടെ കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു. അത് തന്നെ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു ചർച്ച നടന്നിട്ട് ആണ് ഈ സിനിമയുടെ കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കുറച്ച് ദുരൂഹതകളൊക്കെ സിനിമയിലുണ്ട്. അത് വളരെ വസ്തുതമായിട്ടുള്ള കാര്യമാണ്. ക്രിയേറ്റീവായിട്ട് ഡിഫറൻസുകൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതൊക്കെ ഒരു മേശയുടെ അപ്പുറത്ത് ഇരുന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് അറ്റ് ദ എൻഡ് ഒരു നല്ലൊരു സിനിമ, ഒരു എന്റർടൈനർ എന്നുള്ള രീതിയിൽ ഇത് തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും, അത് ഡയറക്ടർ മുതൽ പ്രൊഡക്ഷനിലുള്ള ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറഞ്ഞിട്ടുള്ള ആൾക്കാർ വരെ ഇതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു ദുരൂഹതയും ഇല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ ചുമ്മാ പറയുകയാണെങ്കിൽ ഞാൻ അല്ലെങ്കിൽ എന്നുള്ള സോങ് ആദ്യം റിലീസ് ചെയ്തപ്പോൾ ശരിക്കും അതിൽ മ്യൂസിക് ഡയറക്ടറിന്റെ പേരൊന്നും എഴുതിയിട്ടില്ല. അതെന്താ പറയാ? ഇല്ല, ഞാൻ പറഞ്ഞത് അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി നമ്മുടെ ഭാഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ ഇൻപുട്ടുകൾ ചേർന്നിട്ടുള്ള ഒരു ക്രിയേറ്റീവ് സൈഡാണ്. അപ്പൊ അത് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് സിനിമ നന്നാവണം എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. അത് എല്ലാവരും എന്ന് പറയുമ്പോൾ രതീഷ് ബാലകൃഷ്ണൻ മുതൽ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് മുതൽ ഇതിൽ ആക്ട് ചെയ്ത ആൾക്കാർ മുതൽ പിന്നെ ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാർ മുതൽ പ്രൊഡക്ഷൻ സൈഡിലുള്ള എല്ലാവരും ഉൾപ്പെടെ. സോ അതിൽ യാതൊരു ദുരൂഹതയുമില്ല. അതുകൊണ്ട് തന്നെയാണ് സന്തോഷത്തോടു കൂടി ഈ ഒരു വിഷുക്കാലത്ത് ദുരൂഹ സാഹചര്യം ഇങ്ങനത്തെ ഒരു രീതിയിൽ, കാരണം ഇതുവരെ നമ്മൾ വിട്ടിട്ടുള്ള എല്ലാ കോണ്ടന്റുകളും ഇരുകൈ നീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലാണ് അത് സ്വീകരിക്കേണ്ടത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്.
അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലൂടെ സിനിമ വന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ എൻ്റർടൈൻഡ് ആകും എന്നുള്ള വിശ്വാസമുണ്ട്. ഡയറക്ടറും ഇല്ല, എഡിറ്ററും ഇല്ല, മ്യൂസിക് ഡയറക്ടറും ഇല്ല, DOP ഇല്ല, ശരിക്കും ചിദംബരവും ഇല്ല, ദിലീഷ് പോത്തനും ഇല്ല, അങ്ങനെ കുറേ പേരില്ല. ഇത് നമ്മൾ ഇതിൻ്റെ ഒരു റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് ആദ്യം ഏപ്രിൽ 2-ാം തീയതി എന്നുള്ള രീതിയിൽ തീരുമാനിച്ചിരുന്നു. പെട്ടെന്ന് അത് മാറി, ഏപ്രിൽ 10 അത് മാറി ഏപ്രിൽ 15 അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇപ്പം ഇപ്പോഴത്തെ ഈ ടീസറിൻ്റെ ഔട്ട് പോലും നമ്മൾ അടുത്ത ലാസ്റ്റ് മിനിറ്റാണ് നമുക്ക് ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ സൈഡിൽ നടക്കുന്നുണ്ട്. ടെക്നീഷ്യൻസ്, സോ അവർ ലൈം ലൈറ്റിലേക്ക് വരാനായിട്ട് ചിലപ്പോൾ അവർക്ക് മടിയുണ്ടാവാം, അല്ലെങ്കിൽ താല്പര്യമില്ല. അവരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ ഔട്ട്പുട്ട് റിസൾട്ടാണ്, അവരുടെ ജോലിയാണ് അവരെ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കംപ്ലീറ്റ് വിജയം ആകുന്നത് അവിടെ വരെ എത്തുമ്പോഴാണ്. അപ്പം അവർക്ക് മനസ്സിലായി ഇതൊരു കംപ്ലീറ്റ് മാർക്കറ്റിംഗിന്റെ, അതാ പറഞ്ഞേ, കംപ്ലീറ്റ് മാർക്കറ്റിംഗിന്റെ ഒരു കാര്യമായിരുന്നു. പിന്നെ നമ്മളത് പിന്നെ ഇപ്പോൾ ഉള്ള എല്ലാ പോസ്റ്ററുകളിലും നോക്കി ഞങ്ങളത് വിജയിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി വേറെ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ വേണമെന്ന് മനസ്സിലായി. ഇല്ലില്ല. അപ്പൊ എല്ലാം ഇപ്പം നമ്മളിപ്പം ഹൈദരാലിയായിട്ട് സംസാരിക്കാന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും ചിലപ്പോൾ. എല്ലാ മനുഷ്യരായിട്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ. അതാ ഞാൻ പറഞ്ഞേ, അത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യം ഉണ്ടാവത്തില്ലല്ലോ. ഇപ്പൊ ചോദ്യം ഉണ്ടായല്ലോ. അപ്പൊ അത് ഞങ്ങൾ മാർക്കറ്റിങ്ങിന്റെ കാര്യം കൊണ്ടിട്ട് തന്നെയായിരുന്നു. പിന്നെ ഇപ്പൊ ഏത് സിനിമയിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ഏത് ബിസിനസ്സിലാണെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നോർമലി ഉണ്ടാവുന്നതാണല്ലോ. അപ്പൊ അതൊക്കെ ഇപ്പം പല സിനിമകളിലും ഉണ്ടാവാറുണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട്. അപ്പൊ അതൊക്കെ ഒരു നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതൊരു ഇഷ്യൂ ആയിട്ടുള്ള ഒരു, ഇപ്പം നമ്മളൊരു ഫാമിലിയിൽ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കഷൻ വെച്ചൊന്നിരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെയുള്ളൊരു കാര്യമുള്ളത് ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. ഒരു ദുരൂഹ സാഹചര്യം അതിൻ്റെ അകത്തില്ല. അല്ല, ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വരെ ഇതെത്തി എന്ന് പറയുമ്പോൾ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതിന് മുമ്പുള്ള അദ്ദേഹം ചെയ്ത സിനിമയുടെ കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു. അത് തന്നെ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു ചർച്ച നടന്നിട്ട് ആണ് ഈ സിനിമയുടെ കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കുറച്ച് ദുരൂഹതകളൊക്കെ സിനിമയിലുണ്ട്. അത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. ക്രിയേറ്റീവായിട്ട് ഡിഫറൻസുകൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതൊക്കെ ഒരു മേശയുടെ അപ്പുറത്ത് സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് അറ്റ് ദ എൻഡ് ഒരു നല്ലൊരു സിനിമ, ഒരു എന്റർടൈനർ എന്നുള്ള രീതിയിൽ ഇത് തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും, അത് ഡയറക്ടർ മുതൽ പ്രൊഡക്ഷനിലുള്ള ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറഞ്ഞിട്ടുള്ള ആൾക്കാർ വരെ ഇതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു ദുരൂഹതയും ഇല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ ചുമ്മാ പറയുകയാണെങ്കിൽ, നമ്മൾ ഞാൻ അല്ലെങ്കിൽ എന്നുള്ള സോങ് ആദ്യം റിലീസ് ചെയ്തപ്പോൾ ശരിക്കും അതിൽ മ്യൂസിക് ഡയറക്ടറിൻ്റെ പേരൊന്നും എഴുതിയിട്ടില്ല. അതെന്താ പറയുന്നത്? ഇല്ല, ഞാൻ പറഞ്ഞത് അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി നമ്മുടെ ഭാഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് പേരുടെ ഇൻപുട്ടുകൾ ചേർന്നിട്ടുള്ള ഒരു ക്രിയേറ്റീവ് സൈഡാണ്. അപ്പോൾ അത് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് സിനിമ നന്നാവണം എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. അത് എല്ലാവരും എന്ന് പറയുമ്പോൾ ജഗദീഷ് പരേഷ് പുതുവൽ മുതൽ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് മുതൽ ഇതിൽ ആക്ട് ചെയ്ത ആൾക്കാർ മുതൽ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാർ മുതൽ പ്രൊഡക്ഷൻ സൈഡിലുള്ള എല്ലാവരും ഉൾപ്പെടെ. സോ അതിൽ യാതൊരു ദുരൂഹതയുമില്ല. അതുകൊണ്ട് തന്നെയാണ് സന്തോഷത്തോടു കൂടി ഈ ഒരു വിഷുക്കാലത്ത് ദുരൂഹ സാഹചര്യം
ഇങ്ങനത്തെ ഒരു രീതിയിൽ. കാരണം ഇതുവരെ നമ്മൾ വിട്ടിട്ടുള്ള എല്ലാ കോണ്ടന്റുകളും ഇരുകൈ നീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലാണ് അത് സ്വീകരിക്കേണ്ടത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലൂടെ സിനിമ വന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ എൻ്റർടൈൻഡ് ആകും എന്നുള്ള വിശ്വാസമുണ്ട്. ഡയറക്ടറും ഇല്ല, എഡിറ്ററും ഇല്ല, മ്യൂസിക് ഡയറക്ടറും ഇല്ല, DOP ഇല്ല, ശരിക്കും ചിദംബരവും ഇല്ല, ദിലീഷ് പോത്തനും ഇല്ല, അങ്ങനെ കുറേ പേരില്ല. ഇത് നമ്മൾ ഇതിൻ്റെ ഒരു റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് ആദ്യം ഏപ്രിൽ 2-ാം തീയതി എന്നുള്ള രീതിയിൽ തീരുമാനിച്ചിരുന്നു. പെട്ടെന്ന് മാറി, ഏപ്രിൽ 10 അത് മാറി ഏപ്രിൽ 15. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇപ്പം ഇപ്പോഴത്തെ ഈ ടീസറിൻ്റെ ഔട്ട് പോലും നമ്മൾ അടുത്ത ലാസ്റ്റ് മിനിറ്റാണ് നമുക്ക് ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ സൈഡിൽ നടക്കുന്നുണ്ട്. ടെക്നീഷ്യൻസ്, സോ അവർ ലൈം ലൈറ്റിലേക്ക് വരാനായിട്ട് ചിലപ്പോൾ അവർക്ക് മടിയുണ്ടാവാം, അല്ലെങ്കിൽ താല്പര്യമില്ല. അവരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ ഔട്ട്പുട്ട് റിസൾട്ടാണ്, അവരുടെ ജോലിയാണ് അവരെ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിൽ രതീഷിൻ്റെ കൂടെ 3ാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ എന്നാത്താൻ കേസ്. 2ാമത്തെ സിനിമ ഞാൻ നായകനല്ല, പക്ഷെ അതിൽ ഞാൻ പോയി അഭിനയിച്ചു. അത് ഞാൻ 1 രൂപ പോലും മേടിക്കാതെയാണ് ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അത് അദ്ദേഹമായിട്ടൊരു ബന്ധത്തിൻ്റെ പുറത്താണ്. അങ്ങനെ ചെയ്തൊരു വ്യക്തിയാണ്. അതിനുശേഷം അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്ത സിനിമ വൻ പരാജയമായപ്പോൾ പോലും ഈ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ ഞാനത് ഏറ്റെടുക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ബന്ധത്തിൻ്റെ പുറത്തുണ്ടായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ആസ് എ ക്രിയേറ്ററിൽ പുള്ളിയിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്തുണ്ടായിട്ടുള്ള കാര്യമാണ്. അത് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തത്. അപ്പം അതിൽ പുള്ളി ലൈം ലൈറ്റിലുണ്ടോ കൂടെ ഉണ്ടോ എന്നതിനപ്പുറം ഈ സിനിമ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിനുവേണ്ടി അദ്ദേഹമാണെങ്കിലും ഞാനാണെങ്കിലും ലിസ്റ്റിനാണെങ്കിലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കൂടെ ഇരിക്കുന്നവരാണെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കൂടെ നിന്നിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. സോ അത് സിനിമ സംസാരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു ആൻസർ ആയിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇതിപ്പോൾ എന്നാത്താൻ കേസ് കൂടുതൽ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ ചാക്കോച്ചൻ്റെ കരിയറിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടറാണ്. ഇപ്പം നമുക്ക് അടക്കം മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ഒരു ക്യാരക്ടറിനെ പറ്റി. അപ്പോൾ അതേ ഒരു ഡയറക്ടർ ലീഡ് റോളും കൊണ്ട് വേറൊരു കഥയായിട്ട് വരുമ്പം ആർക്കാണെങ്കിലും കുറച്ചുകൂടെ എന്തൂസിയാസം അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്പെഷ്യൽ ആയിരിക്കും. ലൈക്ക് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു സിനിമയിൽ വരുമ്പോൾ ആ ഒരു കഥാപാത്രമായിട്ട് മാറുമ്പോൾ എത്രത്തോളം പ്രതീക്ഷ ഉണ്ടായിരുന്നു, ചെയ്ത് കഴിഞ്ഞപ്പോഴും എങ്ങനെ ഉണ്ടെന്നുണ്ട്? ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം സേതു എന്ന കഥാപാത്രം എന്നിലേക്ക് വരുമ്പോൾ അത് എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ കണ്ടതിൽ നിന്നും എത്രയോ വ്യത്യസ്തമായ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണ് രതീഷ് അതിനെ കൺസീവ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അത് എന്നെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത്. രൂപത്തിലാണെങ്കിലും ഭാവത്തിലാണെങ്കിലും ഒരു ബോഡി ലാംഗ്വേജിലാണെങ്കിലും എല്ലാം ആ ഒരു വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് രതീഷ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ആക്ടറെ, അത് ഇന്നത്തെ കേസുകളിൽ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. ഞാനും 1-2 പേരും അല്ലാതെ ബാക്കിയെല്ലാം പുതിയ ആൾക്കാരായിരുന്നു. ക്യാമറയുടെ മുമ്പിൽ നിന്ന് പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു കൂടുതൽ. അവരെല്ലാവരെയും വളരെ നാച്ചുറലായിട്ട് ഒരു കഥാപാത്രമായി മാറുന്ന രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് രതീഷ് പൊതുവാൾ എന്ന ഒരു ക്രിയേറ്ററിൻ്റെ മിടുക്ക് തന്നെയാണ്. അപ്പം അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കൈ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു വെയിറ്റേജ് കൂടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ദിലീഷിൻ്റെ ഒരു അപ്പിയറൻസ് കാര്യത്തിൽ നോക്കുകയാണെങ്കിലും, സജിൻ്റെ കാര്യത്തിലാണെങ്കിലും, ജാഫറിൻ്റെ ആണെങ്കിലും, ശരണ്യയുടെ ആണെങ്കിലും, സുധീഷിൻ്റെ ആണെങ്കിലും, എൻ്റെ ആണെങ്കിലും എല്ലാം ആ രീതിയിലുള്ള കഥാപാത്രങ്ങളുടെ വേറൊരു ടോൺ അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു ഒരു മാജിക് നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. സാധാരണക്കാരനായിട്ടുള്ളൊരു കഥാപാത്രമാണ് ഈ ഒരു സിനിമയിൽ. ടീസർ കണ്ടപ്പോൾ, ഫസ്റ്റ് കണ്ടപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത്, പക്ഷേ എൻഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വെട്ടിയും കുറേ അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് മാറുന്നു. അപ്പം എത്രത്തോളം വെടിവെപ്പ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് ആ ഒരു കാര്യം? സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ആക്ഷൻ സീക്വൻസുകൾ മാത്രമേ ഉള്ളൂ. ഇതുവരെ നമ്മൾ രതീഷ് പൊതുവാൾ സിനിമകളിൽ കണ്ടിട്ടില്ലാത്ത ഒരു എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ആക്ഷൻ സീക്വൻസുകളാണ്. മറ്റത് സോഷ്യൽ സറ്റയർ ആണെങ്കിലും, ഇമോഷണൽ സൈഡ് ആണെങ്കിലും, തമാശകളാണെങ്കിലും, സമൂഹത്തിലുള്ള പല ഇഷ്യൂസ് ആണെങ്കിലും അതെല്ലാം ആൻസർ ചെയ്ത് കേറ്റർ ചെയ്ത് പോകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ആക്ഷൻ്റെ ഒരു സീക്വൻസുകളോടുകൂടി ഈ കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഭയങ്കര ഒരു സൂപ്പർ ഹീറോ മാച്ചോ പരിപാടി അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു പടമായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു
ഇത് ഫുൾ റിസ്കിലെടുക്കുന്ന ഇറങ്ങുന്ന സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല, അതൊക്കെ ലിസ്റ്റിന്റെ തീരുമാനങ്ങളാണ്. ലിസ്റ്റും പൊതുവെ ഒരു സഹൃദയനാണ്, വെറുതെ നിങ്ങള് ലോലഹൃദയനാക്കരുത് വീണ്ടും. അല്ല, അത് ഒരു രസകരമായിട്ട് അവസ്ഥയിൽ ചെയ്തതാണ്. അത് സിനിമയുടെ പേരുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ആരുടെ കൂടെയാണ് കോംപ്രമൈസ് ചെയ്തത്, അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ടെങ്കിലും എനിക്ക് കിട്ടാതിരിക്കില്ലല്ലോ അല്ലേ? അത്രേ ഉള്ളൂ. ഇല്ലില്ല, കണ്ടിട്ടില്ല. കാണണം. ശരിക്കും പറഞ്ഞാൽ ആട് കാണണം, പ്രതിച്ഛായ കാണണം, വാഴ കാണണം, മോഹിനിയാട്ടം കാണണം. ഇതെല്ലാം കാണേണ്ട ലിസ്റ്റിലുള്ളതാണ്. അതെല്ലാം തിയേറ്ററുകളിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഒരുപാട്, അതായത് ഒരുപാട് സ്റ്റാർസ് ഉള്ള ഒരു വാടകയിലായാലും ശരി, മോഹിനിയാട്ടം സ്റ്റാർ ഡിപ്പെൻഡ് അല്ലല്ലോ, കഥ കണ്ടന്റ് ഡിപ്പെൻഡ് ആണ്. അത് പ്രേക്ഷകർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റുകൾ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എന്റെ ലൈഫ് സംഭവിച്ചിട്ടുണ്ടോ, എനിക്ക് അറിയാവുന്ന ലൈഫ് സംഭവിച്ചിട്ടുണ്ടോ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ കാണുമ്പോൾ പ്രേക്ഷകർ പിന്നെയും തിയേറ്ററിൽ വന്ന് മലയാളത്തിന് മാത്രം മലയാള സിനിമകളിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതയാണ്. മറ്റുള്ള ഇൻഡസ്ട്രീസിനെ വെച്ച് നോക്കുമ്പോൾ എടുത്തു വയ്ക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം ഇപ്പോൾ ജർമ്മൻ പ്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്റെ പ്രൊഡക്ഷനിൽ എങ്ങനത്തെ ടൈപ്പ് ഓഫ് കഥകൾ പ്രേക്ഷകരിലേക്ക് എത്തണമെന്നാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇല്ല, ഇങ്ങനത്തെ സിനിമകൾ എന്നുള്ളതല്ല, അതിനപ്പുറം ഏതൊക്കെ രീതിയിൽ ഒരു എന്റർടൈനർ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും നോക്കുന്നത്. അപ്പം ഇപ്പൊ മലയാള സിനിമയിൽ ഏത് തരത്തിലുള്ള സിനിമകളും അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഇപ്പം ലോക പോലെയുള്ള സിനിമ, അങ്ങനത്തെ ഒരു ടെറൈൻ, ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് സംഭവിച്ചു. അത് ഏറ്റവും വലിയ വിജയങ്ങളൊന്നായിട്ട് മാറി. ആടിത്രി എന്ന് പറയുന്ന സിനിമ വേറൊരു ടൈം ട്രാവൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഡൗട്ട് പലർക്കും ഉണ്ടായിരുന്നു. അത് അക്സെപ്റ്റ് ചെയ്തു. വാഴ പോലുള്ള സിനിമകൾ വളരെ എന്താ പറയുക, ബയോപിക് ഓഫ് എ മില്യൺ ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധാരണക്കാരുടെ സിനിമയാണ്. അത് വർക്ക്ഔട്ട് ആവുന്നു. അപ്പം ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും, ലോ ബഡ്ജറ്റ് ആണെങ്കിലും ബിഗ് ബഡ്ജറ്റ് ആണെങ്കിലും വലിയ സ്റ്റാർസ് ആണെങ്കിലും പുതിയ ആൾക്കാരാണെങ്കിലും കോണ്ടന്റ് നല്ലതാണെങ്കിൽ അത് ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും പ്രത്യേകിച്ച് മലയാളത്തിൽ അത് വിജയിക്കുന്നു എന്നുള്ളതാണ് മറ്റു ഭാഷകളിലുള്ള ആൾക്കാർ ഉൾപ്പെടെ അസൂയയോടെ നോക്കിക്കാണുന്ന ഒരു വസ്തുത. അപ്പോൾ അങ്ങനത്തെ ഒരു മലയാളം ഇൻഡസ്ട്രി നല്ലൊരു സിനിമയുമായിട്ട് വരാനുള്ള ശ്രമങ്ങൾ അത് ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അത് തന്നെയാണ് ഉദയ പിക്ചേഴ്സും ആണെങ്കിലും മാജിക് ഫ്രെയിംസും അതുപോലുള്ള സിനിമയെ സ്നേഹിക്കുന്ന ആരാണെങ്കിലും മലയാളത്തിൽ നിൽക്കുന്ന ആരാണെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ.